കണക്കുകൂട്ടലുകൾ പോലെ അത്രത്തോളം ഞെട്ടിപ്പിക്കുന്നതായില്ല ഫെഡറൽ ഗവൺമെന്റിന്റെ 2025 ബജറ്റ്. കനേഡിയന്മാർക്ക് ചില പ്രതീക്ഷകൾ നൽകുന്നുമുണ്ട് കാർണിയുടെ പദ്ധതികൾ. ATM ഫീസ് പുനഃപരിശോധിക്കാനുള്ള പദ്ധതികൾ, വേനൽക്കാല തൊഴിൽ പദ്ധതിക്കുള്ള ധനസഹായം, യൂറോവിഷനിൽ ചേരാനുള്ള സാധ്യത എന്നിങ്ങനെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ഗുണപരമായി സ്വാധീനിക്കുന്ന വാഗ്ദാനങ്ങളിലാണ്. വിശദമായി പരിശോധിക്കുമ്പോൾ വിലക്കയറ്റം, ഭവന നിർമ്മാണം എന്നിവയെ നേരിട്ട് ബജറ്റ് തൊടുന്നില്ല. എന്നാൽ ദീർഘകാല പുരോഗതിക്കും സമൃദ്ധിക്കും അടിത്തറയേകുന്ന തരത്തിലുള്ള ഉൽപാദനക്ഷമതയിലും നിർണായകമായ നിക്ഷേപങ്ങളിലുമാണ് കൂടുതൽ ശ്രദ്ധ ഊന്നുന്നത്. യുവാക്കളെയും കുട്ടികളെയും സാധാരണക്കാരെയും കൂടി ഉൾപ്പെടുത്തിയുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ ആശങ്കാകാലത്തെ മായ്ച്ചു കളയുമെന്ന് പ്രതീക്ഷിക്കുന്നവരും കുറവല്ല. വൈകല്യമുള്ളവർക്ക് ലഭിക്കുന്ന കാനഡ ഡിസബിലിറ്റി ബെനിഫിറ്റ് പദ്ധതിയിൽ കുറെ കൂടി എളുപ്പത്തിൽ ചേരാൻ കഴിയുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ട്. യോഗ്യരായ അപേക്ഷകർക്ക് പ്രതിവർഷം പരമാവധി 2400 വരെ പേയ്മെന്റുകൾ ലഭിക്കും. അതായത് പ്രതിമാസം 200 അല്ലെങ്കിൽ ഒരു ദിവസം ഏകദേശം 6.66 പേയ്മെന്റുകൾ. ഇതിനെ 4 വർഷത്തേക്ക് $115.7 മില്യൺ ബജറ്റ് നീക്കിവെച്ചതും പദ്ധതിയിൽ അംഗമായവർക്ക് ആശ്വാസം നൽകുന്നു. ATM ബാങ്ക് ഫീസ് സർക്കാർ പുനഃപരിശോധിക്കുമെന്ന പ്രഖ്യാപനത്തെയും പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. ചെലവുകൾ കുറയ്ക്കുകയും ഉപഭോക്താക്കളെ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ തീരുമാനം. ഈ ട്രാൻസ്ഫറുകൾ അയക്കുന്നതിനും ATMകൾ ഉപയോഗിക്കുന്നതിനും ബാങ്കുകളും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളും ഈടാക്കുന്ന ഫീസാണ് വീണ്ടും പരിശോധിക്കുന്നത്. ഒരു ചെക്ക് നിക്ഷേപിക്കുന്നതിലൂടെ ഉടനടി ആക്സസ് ചെയ്യാൻ കഴിയുന്ന തുക $100 നിന്ന് $150 മാറ്റാനും ഇലക്ട്രോണിക് രീതിയിലും അല്ലാതെയും നിക്ഷേപിക്കുന്ന ഫണ്ടുകളിൽ പ്രവേശനം വേഗത്തിലാക്കുന്നതിനും ഉൾപ്പെടെയാണിത്. മധ്യവർഗ നികുതി കുറയ്ക്കൽ, ഉപഭോക്തൃ കാർബൺ നികുതി ഇല്ലാതാക്കൽ, ചില വ്യക്തികൾക്ക് ഫെഡറൽ ആനുകൂല്യങ്ങൾ എന്നീ പദ്ധതികൾ തുടരുന്നതിനും ആശ്വാസകരമാണ്. കഴിഞ്ഞ മാസം ആദ്യം സർക്കാർ പ്രഖ്യാപിച്ച ദേശീയ സ്കൂൾ ഭക്ഷ്യപദ്ധതി സ്ഥിരമാക്കുന്നതും നേട്ടമാണ്. ഇതിനായി 5 വർഷത്തേക്ക് $100 കോടി മാറ്റിവെക്കുന്നത്. യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള കുറെ സഹായങ്ങൾ ബജറ്റിലുണ്ട്. വേനൽക്കാല തൊഴിൽ പരിശീലനം ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ പിന്തുണ നൽകുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള സഹായധനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യുവാക്കളുടെ തൊഴിലില്ലായ്മ 15 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയ സാഹചര്യത്തിലാണ് നീക്കിവെച്ച ഫണ്ടുകൾ ഉപയോഗിക്കുന്നത്. കാനഡ സമ്മർ ജോബ്സ് പ്രോഗ്രാമിനുള്ള പുതിയ ധനസഹായത്തിലൂടെ അടുത്ത വേനൽക്കാലത്ത് ഏകദേശം 1 ലക്ഷം ജോലികൾക്ക് സബ്സിഡി നൽകും. കാനഡ സമ്മർ ജോബ്സ് പ്രോഗ്രാമിനുള്ള പുതിയ ധനസഹായത്തിലൂടെ അടുത്ത വേനൽക്കാലത്ത് ഏകദേശം 1 ലക്ഷം ജോലികൾക്ക് സബ്സിഡി നൽകും. കഴിഞ്ഞ വേനൽക്കാലത്ത് പ്രോഗ്രാമിന്റെ ഫണ്ടിങ്ങിന് കീഴിൽ വന്ന 76,000 ജോലികളിൽ നിന്നും കൂടുതലാണിത്. കലാകാരന്മാരുടെ കരിയർ മെച്ചപ്പെടുത്താൻ കാനഡ മ്യൂസിക് ഫണ്ടിന് 3 വർഷത്തിനുള്ളിൽ $48 മില്യൺ, കാനഡയിലെ ഓഡിയോ വിഷ്വൽ കണ്ടന്റ് ക്രിയേറ്റർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കാനഡ മീഡിയ ഫണ്ടിന് 3 വർഷത്തിനുള്ളിൽ $127.5 കോടി നൽകും. ന്യൂസ് ഡെസ്ക് NC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.